153. അതായത് 150 എന്നുള്ള ഒരു ഫിഗറിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ് NDAയുടെ ഒരു ലീഡ് നില എന്നുള്ളത്. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 153, 78, 11. അതായത് ഇനിയും ലീഡ് നില വരാൻ മണ്ഡലങ്ങൾ ബാക്കിയുണ്ട്. മേഖല തിരിച്ചുള്ള വിവരങ്ങൾ വരാൻ ബാക്കിയുണ്ട്. വോട്ടെണ്ണൽ പകുതി പോലും ആയിട്ടില്ല. സമയം മാത്രമേ ആയിട്ടുള്ളൂ. ഈ ഘട്ടത്തിൽ തന്നെ BJP NDA സർക്കാർ അവിടെ അധികാരത്തിലെത്തും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. 153 സീറ്റുകളിൽ NDAയുടെ ആ ഒരു ജൈത്രയാത്ര തുടരുകയാണ്. നേരത്തെ ഗൗതമും ശ്യാമും പറഞ്ഞതിന് ഒരു ഉപോത്ബലകമായ ചില കണക്കുകൾ വരുന്നുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ ഈ ആദ്യ മണിക്കൂറിലെ ലീഡ് നില അനുസരിച്ചുള്ള കണക്കുകൾ പ്രകാരം കൺവേർഷൻ റേറ്റ് എന്നൊരു സംഗതി വരുന്നുണ്ട്. മത്സരിച്ച മണ്ഡലങ്ങളും ലീഡും ഇപ്പം ജയിച്ചു എന്ന് പറയാനായിട്ടില്ല, പകുതി പോലും എത്തിയിട്ടില്ല. പക്ഷെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെൻഡ്. അവിടെ BJPയും JDUവും 65%, 69%. അതായത് കൺവേർഷൻ റേറ്റ് എന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം അനലൈസ് ചെയ്യുന്നവർ ഉദ്ദേശിക്കുന്നത് മത്സരിച്ച സീറ്റുകളുടെ എണ്ണവും ലീഡ് ചെയ്യുന്ന സീറ്റുകളുടെ എണ്ണവും. ഇപ്പോൾ 65%-ത്തോളം BJPയും 69%-ത്തോളവുമാണ് JDU. ഇത് അന്തിമ കണക്കല്ല. കാര്യം മുഴുവൻ ഫലങ്ങളും വരണം. 243 ഫലങ്ങളും വന്നു കഴിയുമ്പോഴാണ് ഇത് കുറച്ചുകൂടി രസകരമായി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. പക്ഷേ അവിടെ ഏറ്റവും ശ്രദ്ധേയം കോൺഗ്രസിന്റെ കൺവേർഷൻ റേറ്റ് ആണ് 20. അതാണ് മത്സരിക്കാൻ കൊടുക്കുന്ന സീറ്റുകൾ പാഴാണെന്ന് അല്ലെ? പാഴാണ്. അതായത് രാഷ്ട്രീയ ജനതാദൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്നത് കോൺഗ്രസ് ഒരു നഷ്ടക്കച്ചവടമാണ് എന്നുള്ളതാണ്. ഈ വാക്ക് ഉപയോഗിച്ചത് സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവാണ്. ഇപ്പോൾ അത് ബീഹാറിൽ കോൺഗ്രസിന്റെ കൂടെ കൂടിയിട്ടുള്ള RJDക്കും തിരിച്ചടിയായിരിക്കുന്നു. കേവലം 12 സീറ്റിലേക്ക് ഏതാണ്ട് 4 പതിറ്റാണ്ട് കാലം ബീഹാർ രാഷ്ട്രീയത്തെ അടക്കി ഭരിച്ച കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ നോക്കുക. സ്ക്രീനിൽ കേവലം 12 സീറ്റിൽ മാത്രമായി അവരുടെ ലീഡ് ഒതുങ്ങുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസിനാണ് ഇപ്പോൾ ഈ അവസ്ഥയുണ്ടായിരിക്കുന്നത്. BJP 68 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. 71 JDUവിന്റെ ലീഡാണ്. RJD 62, കോൺഗ്രസ് 12, VIP 1, ലെഫ്റ്റ് പാർട്ടികൾ 3. അവരുടെ ലീഡ് നില ഒരു സീറ്റിൽ കൂടി ഉയർന്നിട്ടുണ്ട് ഈ ഘട്ടത്തിൽ. അത് മറ്റൊന്ന് വളരെ ശ്രദ്ധേയം അല്ലേ? ചിരാഗ് പാസ്വാന്റെ LJP 12 മുന്നിട്ട് നിൽക്കുന്നു. ആദ്യഘട്ടത്തിൽ ആദ്യത്തെ 1 മണിക്കൂറിൽ അവർക്ക് കാര്യമായ ലീഡ് നില ഉയർത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി എന്ന നിലയിലുള്ള വിലയിരുത്തലുകൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് മാറുകയാണ്. 12 സീറ്റിൽ ലോക് ജനശക്തി പാർട്ടി അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 5 തിളക്കമാർന്ന വിജയം മുന്നോട്ട് വെച്ച് കേന്ദ്രമന്ത്രിസഭയിൽ ഇടം നേടിയ NDAയിലെ ഏറ്റവും മികച്ച കക്ഷികളിൽ ഒന്നായിട്ടുള്ള ലോക് ജനശക്തി പാർട്ടിയും ഇപ്പോൾ ബീഹാറിന്റെ മണ്ണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹിന്ദുസ്ഥാൻ അവാം മോർച്ച ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടി ഇതാ ഒരു സീറ്റിൽ കൂടി ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. 6 സീറ്റിലാണ് ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടി മത്സരിക്കുന്നത്. ഇപ്പോൾ 3 സീറ്റുകളിലേക്ക് HIMഉം അവിടെ ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. VIP പാർട്ടി മഹാഗഡ്ബന്ധനിലെ VIP പാർട്ടിയും ലീഡ് 2 സീറ്റിലേക്കാണ്. നേരത്തെ അവർക്ക് 1 സീറ്റിൽ പോലും ലീഡ് ഉണ്ടായിരുന്നില്ല. ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള മുകേഷ് സഹാരി പോലും ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 2 സീറ്റിലേക്ക് VIP പാർട്ടിയും ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജൻ സൂരജ് പാർട്ടിയുടെ അവസ്ഥയൊക്കെയാണ് ഇനി എടുത്ത് കാണേണ്ടത്. നേടുന്ന സീറ്റുകൾ, അതിനുമപ്പുറം നേടിയ വോട്ടുകൾ, അത് എവിടെയൊക്കെ അത് ആരെയൊക്കെ ബാധിച്ചു എന്നുള്ളത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പഠനം തന്നെയായി മാറും. വിവിധ മേഖലകളിൽ നിന്നുള്ള വോട്ടുനില വന്നു തുടങ്ങിയിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണനിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ തേടാം. ഏതായാലും ഇതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഗതി, വളരെ സ്റ്റഡിയായിട്ട് ഈ ഒരു 150 വരെ കുതിച്ചിട്ട് ആ ഒരു നമ്പറിൽ, അതായത് കേവല ഭൂരിപക്ഷത്തിന് 122 വേണ്ടപ്പോൾ 150 എന്നുള്ള ആ ഒരു ഫിഗർ അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ. ഏതായാലും ഒരു കാര്യം, ഇനി വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉത്തര ബീഹാറിൽ നിന്നുള്ള വോട്ട് വിവരം വരുന്നുണ്ട്. അവിടെ 12 സീറ്റിൽ 9 നിതീഷ് സഖ്യം മുന്നിട്ട് നിൽക്കുകയാണ്. ഉത്തര ബീഹാറിലെ പശ്ചിം ചോപ്പാലിലെ ലീഡ് നിലയാണ് വന്നുകൊണ്ടിരുന്നത്. സീമാഞ്ചൽ 7 സീറ്റിൽ BJP, അതായത് മുസ്ലിം ഭൂരിപക്ഷം 40% മുസ്ലിങ്ങളുള്ള സീമാഞ്ചൽ മേഖലയിലെ BJPയുടെ
പേരോട്ടമാണ് നമ്മൾ കാണേണ്ടത്. കഴിഞ്ഞ തവണ അവിടെ AIMIM പോലെയുള്ള, അതായത് തീവ്ര മുസ്ലിം നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടികൾ വലിയ മുന്നേറ്റം. AIMIM എന്ന ഹൈദരാബാദിലെ പാർട്ടിക്ക് പോലും സീമാഞ്ചലിൽ 5 സീറ്റുകൾ കഴിഞ്ഞ തവണ കിട്ടിയതാണ്. ആ സ്ഥലത്ത് ഇപ്പോൾ BJPയുടെ പടയോട്ടമാണ്. അതായത് മുസ്ലിം ബെൽറ്റുകളിൽ പോലും BJP കടന്നു കയറുന്നു എന്ന കൃത്യമായ സൂചനയാണ് സീമാഞ്ചൽ ബെൽറ്റിൽ നിന്നും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും മറ്റ് സ്ഥലങ്ങളിലേക്ക്, വിശാലമായ മറ്റ് ഹിന്ദു ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ BJP സ്വാഭാവികമായും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതാണ് ഈ 156 എന്ന നിലയിലേക്ക് NDAയുടെ ലീഡ് നില ഉയരുവാനുള്ള കാരണം. റൈറ്റ്, 156, 74, 12 എന്നുള്ളതാണ് ലീഡ് നില. അവിടെ തന്നെ പൂർവ്വ ബീഹാറിലെ 7 സീറ്റുകളിൽ BJP, ഭാഗൽപൂരിലെ 7 മൂംഗോറിലെ 3-ൽ 3 നിതീഷിനാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്ന അവസ്ഥ. പൂർവ്വ ബീഹാറിലെ മുംഗോറിലെ 3 ഫലസൂചന വന്നു. 3 നിതീഷ് സഖ്യം. 158, 72. ലക്കിസറായിൽ 1-1 എന്നുള്ളതാണ് ലീഡ് നില. ലക്കിസറായിലെ ലീഡ് നില വരുന്നു. 2 1-1 എന്നുള്ള നിലയാണ് ലീഡ് നില. തേജസ്വിക്ക് 1, നിതീഷ് സഖ്യത്തിന് 1. ഈ ഘട്ടത്തിൽ RJDയുടെ സീറ്റുകൾ വല്ലാണ്ട് കുറയുന്നുണ്ട്. ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. RJD 57 സീറ്റിലേക്ക് ലീഡ് നില കുറയുകയാണ്. ഒരു ഘട്ടത്തിൽ 75 പോലുള്ള ഒരു വലിയ നമ്പറിലേക്ക് എത്തി RJD ഇപ്പോൾ കേവലം 57 സീറ്റുകളിലേക്ക് അവരുടെ ലീഡ് കുറയുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് മാത്രമല്ല, കോൺഗ്രസിന് ഒരു വലിയ തിരിച്ചടി ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും ആ മുന്നണിയെ നയിക്കുന്ന തേജസ്വി യാദവിന്റെ രാഷ്ട്രീയ ജനതാദളിന്, ഒരുപക്ഷെ ലാലു പ്രസാദ് യാദവ് ഒക്കെ ജയിലിൽ കടന്ന് അതൊക്കെ ഈ പുതിയ തലമുറ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കുംഭകോണ കേസുകളിൽ, പ്രത്യേകിച്ച് കാലിത്തീറ്റ കുംഭകോണം പോലെയൊക്കെയുള്ള കേസുകളിൽ, നിരവധി കേസുകളിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട് ഇതല്ല രാഷ്ട്രീയം, ഒരു ജനാധിപത്യത്തിന് ഇത് ഭൂഷണമല്ല എന്ന കൃത്യമായ സന്ദേശം നൽകുന്നതാണ് ബീഹാറിന്റെ ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതാണ്ട് 19 വർഷവും 88 ദിവസവും ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന നിതീഷ് കുമാറിന് തുടർഭരണം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലം ബീഹാറിന്റെ മണ്ണിൽ നിന്നും വരികയാണ്. ഈ ഘട്ടത്തിൽ 56 സീറ്റിലേക്ക് RJD കൂപ്പുകുത്തുന്നു. 12 സീറ്റിൽ മാത്രം കോൺഗ്രസ് VIP പാർട്ടി 1 സീറ്റിൽ എന്നുള്ളതാണ് മഹാഗഡ്ബന്ധന്റെ കക്ഷിനില. നേരെ NDAയിലേക്ക് ഒരിക്കൽ കൂടി എത്തുകയാണെങ്കിൽ അവിടെ ജനതാദൾ യുണൈറ്റഡ് 73 സീറ്റിൽ, 68 സീറ്റിൽ BJP, ലോക് ജനശക്തി പാർട്ടി വീണ്ടും 1 സീറ്റിൽ കൂടി ലീഡ് നില ഉയർത്തുന്നു. 13 സീറ്റിലേക്ക് ചിരാഗ് പാസ്വാന്റെ പാർട്ടി ലീഡ് ഉയർത്തുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 1 സീറ്റിൽ മാത്രം ഒതുങ്ങിപ്പോയ ലോക് ജനശക്തി പാർട്ടി ഇപ്പോൾ 13 സീറ്റിലേക്ക് ലീഡ് നില ഉയർത്തുന്നു. അവിടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും 3 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അതാണ് 157. NDA ഇന്ത്യ സഖ്യം 74. റൈറ്റ്, കോൺഗ്രസ് 19 സീറ്റ് കഴിഞ്ഞുണ്ടായിരുന്ന കോൺഗ്രസ് ആണ്. LJPയുടെ ലീഡ് നില നോക്കൂ, 13 സീറ്റിലേക്ക് വരുന്നു. കൂടുകയാണ്, മികച്ച പെർഫോമൻസ്. 160 എത്തുകയാണ് ഒരിക്കൽ കൂടി NDA സഖ്യം. നിതീഷ് കുമാറിന്റെ JDUവും BJPയും അടങ്ങുന്ന NDA സഖ്യത്തിന്റെ ലീഡ് 160 കടക്കുമ്പോൾ മറുഭാഗത്ത് തേജസ്വി സഖ്യം എന്ന് തന്നെ പറയണം. തേജസ്വിയുടെ RJDയുടെ കോൺഗ്രസുമായി ചേർന്നുള്ള സഖ്യത്തിന്റെ ലീഡ് നില 71. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയം കോൺഗ്രസിന്റെ ചുമന്ന് RJDയും സഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. 54 ചുരുങ്ങുന്നു RJD, 11 ചുരുങ്ങുന്നു കോൺഗ്രസ്. VIP-ക്ക് 1, ഇടത് കക്ഷികൾക്ക് 3. മറുഭാഗത്ത് 159, അതായത് 150-നും 160-നും ഇടയ്ക്ക് അങ്ങനെ സ്റ്റഡിയായി മുന്നേറുന്ന കാഴ്ചയാണ്. BJPയുടെ സ്ഥാനാർത്ഥി മിഥിലി ടാക്കൂർ ലീഡിംഗ് ഫ്രം അലിനഗർ എന്നാണ്, അതായത് ഗായിക മൈഥിലി ടാക്കൂർ, നമ്മുടെ പ്രധാനമന്ത്രി നേരിട്ടിറക്കിയ സ്ഥാനാർത്ഥി. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഫോളോവേഴ്സ് ഉള്ളത്, തെരഞ്ഞെടുപ്പ് ഗോതയിലും മൈഥിലിക്ക് ഫോളോവേഴ്സും ആരാധകരും ഉണ്ട് എന്ന് തെളിയിക്കുന്ന ലീഡാണ് വരുന്നത്. പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങിയപ്പോൾ മൈഥിലി നേടിയ ലീഡാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഡെപ്യൂട്ടി CM BJP നേതാവ് സാമ്രാട്ട് ചൗധരി ലീഡ് ചെയ്യുകയാണ്. താരാപൂറിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ലീഡ്. സ്വാഭാവികമായ ലീഡുകളാണ്, ഇതൊക്കെ പ്രതീക്ഷിച്ചത് തന്നെയാണ്. സാമ്രാട്ട് ചൗധരി, അദ്ദേഹം ഇപ്പോൾ ബീഹാറിന്റെ ഉപമുഖ്യമന്ത്രിയാണ്. ഒരുപക്ഷെ ഭാവിയിൽ നിതീഷ് കുമാറിന്റെ ഒരു കാലഘട്ടത്തിന് ശേഷം BJP അവിടെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ CM ഫേസായി വളർന്നു വരാൻ സാധ്യതയുള്ള നേതാവാണ് സാമ്രാട്ട് ചൗധരി. അദ്ദേഹം സ്വന്തം മണ്ഡലമായ താരാപൂറിൽ നിന്നും ലീഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ BJPയുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഒരിക്കൽ കൂടി പട്നയിൽ നിന്ന്. ജിഷ്ണു, ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്കിവിടെ ലഭിക്കുന്ന അനുസരിച്ചാണെങ്കിൽ 150 കഴിഞ്ഞ് 160 കഴിഞ്ഞ് 161, അതായത് 150 മുതൽ 160 വരെയുള്ള നമ്പറിൽ ഇങ്ങനെ നിൽക്കുകയാണ്, സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്, സ്റ്റെബിലൈസ് ചെയ്യുകയാണ്. നിതീഷ് കുമാറിന്റെ, നരേന്ദ്രമോദിയുടെ JDU BJP അടങ്ങുന്ന NDA ദേശീയ ജനാധിപത്യ സഖ്യം
മറുവശത്ത് ഏതാണ്ട് 70 എന്നുള്ള ഫിഗറിലേക്ക് ചുരുങ്ങുന്നു. RJDയുടെ സീറ്റ് നില, ലീഡ് നില കുറയുന്നു. കോൺഗ്രസിൻ്റെ ലീഡ് നില കുറയുന്നു. ഇപ്പുറത്ത് ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ചിറാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി 13 മുന്നിട്ട് നിൽക്കുന്നു, കോൺഗ്രസിനേക്കാൾ മുന്നിൽ. ഏറ്റവും പുതിയ വിവരങ്ങൾ, ഏറ്റവും പുതിയ ട്രെൻഡുകൾ, മേഖല തിരിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണോ? ജിഷ്ണു കൃഷ്ണൻ. പ്രദീപ്, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രെൻഡായി നിലവിലെ ഈ വോട്ട് നില നമുക്ക് കാണാൻ സാധിക്കും. അതായത് 161 സീറ്റുകളാണ് NDA, BJPയും JDUവും LJPയും നേതൃത്വം നൽകുന്ന NDA സമാഹരിച്ചിട്ടുള്ളത്. അതിൽ കണക്കുകൾ തിരിക്കുമ്പോൾ ഏറ്റവും വലിയ മറിമായം നടന്നിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും വലിയ പോരാട്ടം നടന്നിട്ടുള്ളത് സീമാഞ്ചൽ മേഖലയിലാണ്. അവിടെ സമസ്തിപൂർ മേഖല കഴിഞ്ഞ തവണ RJDക്കൊപ്പം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം അടിയുറച്ചു നിന്നിരുന്ന മേഖലയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്താൻ NDAക്ക് സാധിച്ചു. സമസ്തിപുരയിലെ 10 മണ്ഡലങ്ങളിൽ 5 ഇടങ്ങളിൽ NDAയും 5 ഇടങ്ങളിൽ ഇന്ത്യ മുന്നണിയുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഒപ്പം BJP, JDU, LJP സഖ്യത്തിന് കൃത്യമായൊരു ടീം വർക്കിൽ മുന്നേറാൻ സാധിച്ചു. അതിൽ എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. സീറ്റുകൾ നേടുക എന്നത് മാത്രമല്ല, വളരെ കൃത്യമായി വോട്ട് നേടിക്കൊടുക്കാൻ ഇപ്പോൾ LJP 13 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ആ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ പട്ന ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങൾ, സെൻട്രൽ ബീഹാർ മേഖലയിൽ വളരെ കൃത്യമായി NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാനുള്ള വോട്ട് ബാങ്ക് ആവാൻ LJPക്ക് സാധിച്ചു എന്നാണ് വിലയിരുത്തൽ. ഏറ്റവും ഒടുവിൽ 161 സീറ്റുകളിൽ ഇപ്പോൾ NDA മുന്നിട്ട് നിൽക്കുകയാണ്. 70 സീറ്റുകളിൽ മാത്രമാണ് RJDയും ഇന്ത്യ മുന്നണിയും ഉൾപ്പെടെയുള്ളവർ മുന്നിട്ട് നിൽക്കുന്നത്. ഈ സീമാഞ്ചൽ മേഖലയും മഗധ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുമാണ് BJP NDA സഖ്യത്തിന് കൂടുതൽ ജിഷ്ണു ദയവായി തുടരുക. ജിഷ്ണു പോകരുത്. ഒരു വളരെ രസകരമായ ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാട്ടാനായി ഇലക്ഷൻ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസിന്റെ അപ്ഡേറ്റ് ആണ്. 162 എന്ന് വെച്ചാൽ 3-2 ഭൂരിപക്ഷത്തിനുള്ള ആ മാജിക് ഫിഗറിലേക്ക് എത്തിയിരിക്കുകയാണ് ലീഡ് നില മാത്രമാണ്, വോട്ട് നിലയല്ല, വിജയിച്ച സീറ്റുകളല്ല. ഇപ്പോൾ ഇതുവരെ എണ്ണിയ റൗണ്ടുകളിൽ ഇതുവരെ വിവരം ലഭ്യമായ സീറ്റുകളുടെ എണ്ണം അനുസരിച്ച് 162 എന്നുള്ളൊരു മാജിക് ഫിഗർ, 122 എന്നുള്ള മാജിക് ഫിഗർ ആയിരുന്നു കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയിരുന്നെങ്കിൽ 162 എന്നുള്ളത് 3-2 ഭൂരിപക്ഷത്തിനുള്ള ഫിഗറിലേക്ക് എത്തി നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ BJP 69 ഇടത്തും നിതീഷിന്റെ JDU 76 ഇടത്തും മുന്നിട്ട് നിൽക്കുന്ന കാഴ്ച. ഏറ്റവും ഗംഭീര കുതിപ്പ് നടത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രിയെ ഗുരുവായി കാണുന്ന, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹനുമാനാണ് താനെന്ന് വാദിക്കുന്ന ചിറാഗ് പാസ്വാന്റെ LJP അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനത്തിലേക്ക് കുതിക്കുന്നു. 13 ഇടത്ത് മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസിനേക്കാൾ മുന്നിൽ LJP നിൽക്കുകയാണ്. അപ്പൊ വളരെ വ്യക്തമായ വിധിയെടുത്തിട്ട് ഗൗതം വീണ്ടും താഴുകയാണ് RJDയുടെ ലീഡ് നില. 51ലേക്ക് ചുരുങ്ങുന്നു RJD. RJDക്ക് മാത്രമല്ല, സ്വന്തം പാർട്ടി രൂപീകരിച്ച തേജ് പ്രതാപ് യാദവിനും തിരിച്ചടിയാണ്. മഹുവ മണ്ഡലത്തിൽ തേജ് പ്രതാപ് യാദവ് തന്നെ പിന്നിലാണ് എന്ന വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. അതായത് ഒരു കുടുംബകലഹത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ ജനതാദളിൽ നിന്നും പിരിഞ്ഞ് സ്വന്തം പാർട്ടി രൂപീകരിച്ച് ജനശക്തി ജനതാദൾ എന്ന പാർട്ടി രൂപീകരിച്ച് 22 സീറ്റുകളിലാണ് ഈ ജനശക്തി ജനതാദൾ മത്സരിക്കുന്നത്. ഈ പാർട്ടിയുടെ സ്ഥാപകനും ലാലു പ്രസാദ് യാദവിന്റെ മകനുമൊക്കെ ആയിട്ടുള്ള തേജ് പ്രതാപ് യാദവ് തന്നെ ഇപ്പോൾ മഹുവ മണ്ഡലത്തിൽ പിന്നിലാണ് എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ അത് വലിയ തിരിച്ചടിയാണ്. ഇപ്പോൾ 76 സീറ്റിലേക്ക് JDU ലീഡ് നില ഉയർത്തുകയാണ്. BJP 68, ലോക് ജനശക്തി പാർട്ടി 13 എന്ന നിലയിൽ 161 സീറ്റുകളിൽ NDAയുടെ ലീഡ് തുടരുന്നു. കേവലം 69 എന്ന ഒരു ചെറിയ നമ്പറിലേക്ക് അവിടെ ഇന്ത്യ സഖ്യം മഹാഗഡ്ബന്ധൻ എത്തി നിൽക്കുകയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇനി ഈ ട്രെൻഡ് ഇനി മാറാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. മാത്രമല്ല 243 സീറ്റിൽ നിന്നുമുള്ള ട്രെൻഡുകൾ വന്നു കഴിഞ്ഞു. 243, 161, 69, 13, 161 ഇടത്ത് നിതീഷ് നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം, 69 ഇടത്ത് തേജസ്വി യാദവ് നയിക്കുന്ന മഹാഗഡ്ബന്ധൻ അഥവാ ഇന്ത്യ സഖ്യം, 13 ഇടത്ത് മറ്റുള്ളവർ. അങ്ങനെ 161, 170, 230, 243 സീറ്റിലെയും ലീഡ് നില വന്നു കഴിഞ്ഞു. ഇതേത് ഘട്ടമെത്തി, എത്ര റൗണ്ട് പിന്നിട്ടു, എപ്പോഴേക്ക് ഏറെക്കുറെ അവസാന അന്തിമ ഫലം അറിയാൻ കഴിയും? ജിഷ്ണു കൃഷ്ണൻ,
ഇപ്പോഴത്തെ അവസ്ഥ 162, 68, 13, അതായത് അറൌണ്ട് 160 നിന്ന് കറങ്ങുകയാണ്. അപ്പോൾ ഒരുവിധം എല്ലാ എക്സിറ്റ് പോളുകളും സൂചിപ്പിച്ച പോലെ ഏറ്റവും കുറച്ച് ലീഡ് നില അല്ലെ ഏറ്റവും കുറച്ച് ഭൂരിപക്ഷം സീറ്റ് പ്രവചിച്ച് പോളിൽ പോലും 131 മറ്റോ ഉണ്ടായിരുന്നു. ജിഷ്ണു, ഇനിയുള്ള ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇത് ഏറെക്കുറെ ജിഷ്ണു വളരെ ധൈര്യമായിട്ട് ഇതിനൊരു പ്രയോഗമുണ്ട്, കോളിംഗ് ദിസ് ഇലക്ഷൻസ്. നമുക്ക് ധൈര്യമായി ബീഹാർ ഇലക്ഷൻ കോൾ ഔട്ട് ചെയ്തുകൂടി NDA സഖ്യം മികച്ച മുന്നേറ്റത്തോടുകൂടി ഉറച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരം നിലനിർത്തുന്നു. ഗൗതം നേരത്തെ തൊട്ട് പറയുന്നത് പോലെ തന്നെ നിതീഷ് കുമാർ 25 വർഷത്തിലേക്ക് 25 വർഷം മുഖ്യമന്ത്രി പദം തികയ്ക്കാനായുള്ള കുതിപ്പ് തുടരുന്നു. ലോങ് ടൈം ചീഫ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന നിലയിലേക്ക് സർവിംഗ് ചീഫ് മിനിസ്റ്ററായി മാറാൻ പോകുന്നു നിതീഷ് കുമാർ. ഒപ്പം വളരെ വേഗം തന്നെ നരേന്ദ്രമോദിജി പ്രോമിസ് ചെയ്ത വാഗ്ദാനം ചെയ്ത സന്ദർശനവും ഉണ്ടാകുമായിരിക്കും ഈ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ. ജിഷ്ണു കൃഷ്ണൻ, പട്ന. പ്രദീപിള്ള 243 മണ്ഡലങ്ങളിലെയും ഫലസൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ്. വോട്ടിംഗ് മെഷീനുകളിൽ ആദ്യഘട്ട റൗണ്ടിങ് പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കൃത്യമായ ട്രെൻഡായി നമുക്ക് വിലയിരുത്താൻ സാധിക്കും. നേരത്തെ എക്സിറ്റ് പോളുകളും ഒപ്പം ജനൻ ടിവിയുടെ ഗ്രൗണ്ട് റിപ്പോർട്ടും എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയതിന് സമാനമായി BJP JDU NDA സഖ്യം വിജയത്തിലേക്ക് എത്തുന്നു. RJD 60 മുകളിൽ സീറ്റുകളിലേക്ക് എത്തും. കോൺഗ്രസും ഇടതു പാർട്ടികളും തകർന്നടിയും. LJP അവരുടെ കരുത്ത് തെളിയിക്കും. ഈ നിരീക്ഷണങ്ങൾ ശരിവെക്കുന്ന തരത്തിലൊരു ട്രെൻഡിലേക്ക് ഇപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം എത്തി നിൽക്കുകയാണ്. മുഴുവൻ മണ്ഡലങ്ങളിലേക്കും ഈ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി ആരംഭിക്കുകയും 243 മണ്ഡലങ്ങളിലെയും ഫലസൂചനകൾ ഇതിനോടകം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതിൽ 161 മണ്ഡലങ്ങളിൽ NDA മുന്നിട്ട് നിൽക്കുന്നു. 69 ഇടങ്ങളിൽ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് RJDയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിന് മുന്നിട്ട് നിൽക്കാൻ സാധിക്കുന്നത്. വളരെ സ്ഥിരതയാർന്നൊരു പ്രകടനം എന്ന് നമുക്ക് NDAയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെയും നിലവിലെ ഈ പെർഫോമൻസിനെയും വിലയിരുത്താൻ സാധിക്കും. ആ സഖ്യത്തിൻ്റെ ലീഡ് നില ഒന്ന് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാ പാർട്ടികളും കൃത്യമായ കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ട് 101 സീറ്റുകളിൽ വീതമാണ് BJPയും JDUവും മത്സരിച്ചെങ്കിൽ 69ഉം 75ഉം സീറ്റുകളിൽ BJPയും JDUവും മുന്നിട്ട് നിൽക്കുന്നു. 13 സീറ്റുകളിൽ 29 സീറ്റുകളിൽ മത്സരിക്കുന്ന LJP 13 സീറ്റുകളിൽ, ഹിന്ദുസ്ഥാൻ അവാമി 3 സീറ്റുകളിലും ഒപ്പം RLMും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. അത്തരത്തിലൊരു സ്ഥിരതയാർന്ന പ്രകടനം NDAക്ക് നടത്താൻ സാധിച്ചു. അതിന് 2 പേരുകളാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുക. ഒന്ന്, 20 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും ബീഹാറിൽ ഭരണവിരുദ്ധ വികാരം കൂടുതലായി ഇല്ലാത്ത, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനമുള്ള സുശാസൻ ബാബു എന്ന ബീഹാർ ജനത പേരിട്ട് വിളിക്കുന്ന നിതീഷ് കുമാർ. ഒപ്പം മോദി ബ്രാൻഡ്, ആ മോദി ബ്രാൻഡിൻ്റെ തിളക്കം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ബീഹാറിൽ അത് തിളങ്ങി നിൽക്കുകയാണെന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ റാലിയിലേക്ക് എത്തിയിട്ടുള്ള 10,000-കണക്കിന് സ്ത്രീ വോട്ടർമാർ, അവരുടെ എല്ലാം പ്രതികരണങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങൾക്ക് വികസനം എത്തിക്കുന്ന നേതാക്കളെ മതി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന കൃത്യമായ പ്രതികരണം നടത്തിയിരുന്നു. അതുകൊണ്ട് മോദി ബ്രാൻഡ്, നിതീഷ് കുമാർ എന്ന സുശാസൻ ബാബു, ഈ 2 നേതാക്കൾക്കും ബീഹാർ ജനതയ്ക്കിടയിലുള്ള സ്വീകാര്യത വർദ്ധിച്ചു വരുന്നു എന്ന കൃത്യമായ വിലയിരുത്തൽ നമുക്ക് സാധിക്കും. 70 സീറ്റുകളിലേക്ക് BJP എത്തിയിരുന്നു. 75 സീറ്റുകളിൽ JDU, LJP 13 സീറ്റുകളിൽ, HIM 3 സീറ്റുകളിലും RLM 1 സീറ്റിലുമാണിപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അതിൽ പൂർവാഞ്ചൽ മേഖലയിൽ മിഥിലാഞ്ചൽ മേഖലയിൽ അതിശക്തമായ പോരാട്ടം BJP നടത്തുകയും സീതാമഢി ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിലവിൽ മുന്നിട്ട് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖേർ മണ്ഡലത്തിലെ 3 മണ്ഡലങ്ങളുള്ളതിൽ 3ലും JDUവും BJPയും നേതൃത്വം നൽകുന്ന NDA സഖ്യമാണ് മുന്നിട്ട് നിൽക്കുന്നത്. മഗധയിൽ റോഹ്താങ്ങിലെ 70 മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങളിൽ നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന NDAയും 3 ഇടങ്ങളിൽ RJDയും മുന്നിട്ട് നിൽക്കുന്നു. ഉത്തർ ബീഹാർ പരിശോധിക്കുമ്പോൾ ഗോപാൽഗഞ്ച്, അതായത് ഗോപാൽഗഞ്ച് എന്നുള്ളത് അടിസ്ഥാന യാദവ വോട്ടുകളുള്ള മേഖലയാണ്. അവിടെ 6ൽ 5 മണ്ഡലങ്ങളിലും NDA മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഗോപാൽഗഞ്ച് മുൻപ് ലാലു പ്രസാദ് യാദവിൻ്റെ തട്ടകമായിരുന്നു. അവിടെ NDA ആണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ, ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നത് എന്നത് RJDയുടെ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബീഹാറിൻ്റെ ജാതി സമവാക്യത്തിലും ജാതി രാഷ്ട്രീയത്തിലും NDA കൊണ്ടുവന്നിട്ടുള്ള വലിയ മാറ്റം, പ്രത്യേകിച്ച് BJPയുടെ കടന്നുവരവോടുകൂടി ബീഹാറിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് RJDയുടെ പരമ്പരാഗത മണ്ഡലങ്ങൾ പോലും
അവരെ കൈവിടുന്നു എന്നുള്ളത് തെളിയിക്കുന്നു. മുസഫറാപൂരിൽ 11-ൽ 7 BJPയും JDUവും നേതൃത്വം നൽകുന്ന NDAയും 3 തേജസ്വി യാദവും മുന്നിട്ട് നിൽക്കുന്നു. വൈശാലിയിലെ 8 മണ്ഡലങ്ങളിൽ 5 NDAയും 3 RJD നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയും മധുബനിയിലെ 10 മണ്ഡലങ്ങളിൽ 10 NDA മുന്നിട്ട് നിൽക്കുകയാണ്. മധുബനി മേഖല എന്നുള്ളത് ഗ്രാമപ്രദേശമാണ്. അവിടുത്തെ ചിത്രകലയ്ക്ക് വേണ്ടി ചിത്രകലയുടെ പരമ്പരാഗത ചിത്രകലയുടെ പ്രചാരണത്തിനും അതിൻ്റെ വിൽപ്പനയ്ക്കും അവിടെയുള്ള ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും മോദി സർക്കാരും നിതീഷ് കുമാർ സർക്കാരും കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ, ധനസഹായ പദ്ധതികൾ അവിടുത്തെ ജനതയെ സ്വാധീനിച്ചിട്ടുണ്ട്, വോട്ടർമാരെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മധുബനി മേഖലയിലെ 10-ൽ 10 NDA മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമായിട്ടുള്ള ബീഹാറിൻ്റെ രാഷ്ട്രീയ മുഖം മാറുന്ന ബീഹാർ NDAക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 150 മുകളിലേക്ക് NDAയുടെ ലീഡ് നില ഇപ്പോൾ സ്ഥിരമായി തന്നെ നിൽക്കുന്നത്. ഒപ്പം ആര്യ മണ്ഡലത്തിലെ 4 അവിടെ തേജസ്വി യാദവിന് ആര്യ മേഖലയിൽ തേജസ്വി യാദവിന് മുൻതൂക്കമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കട്ടിഹാർ മേഖലയിലെ 7 മണ്ഡലങ്ങളിലെ ലീഡ് നില പുറത്തു വരുമ്പോൾ 5 നിതീഷ് കുമാറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേതൃത്വം നൽകുന്ന NDA 1 RJD സഖ്യത്തിന് മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുള്ളത്. കിഷൻഗഞ്ചിലെ 4 മണ്ഡലങ്ങളിൽ 1 NDAയും 2 RJD സഖ്യവും മുന്നിട്ട് നിൽക്കുന്നു. ഔറംഗാബാദിലെ 6 മണ്ഡലങ്ങളിൽ 4 NDA ആണ്, 2 മാത്രമാണ് RJDക്ക് മുന്നിട്ട് നിൽക്കാൻ സാധിച്ചിട്ടുള്ളത്. കൈമൂർ മേഖലയിലെ 4-ൽ 3 മറ്റ് സ്ഥാനാർത്ഥികൾ, അതായത് ജൻസുരാജ് പാർട്ടി ഉൾപ്പെടെയുള്ളവരാണ് മുന്നിട്ട് നിൽക്കുന്നത്. പൂർണിയ മേഖലയിലെ 7 മണ്ഡലങ്ങളിൽ 4 NDA മുന്നിട്ട് നിൽക്കുന്നു. അത്തരത്തിൽ മുഴുവൻ മേഖലകളിലെ ബീഹാറിലെ 243 മണ്ഡലങ്ങളിലെയും ഫലസൂചനകൾ പുറത്തുവരികയാണ്. സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ BJPയും JDUവും LJPയും നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിന് സാധിക്കുന്നു. 161 മണ്ഡലങ്ങളിൽ നിലവിൽ NDA മുന്നിട്ട് നിൽക്കുകയാണ്. 68 മാത്രമാണ് തേജസ്വി യാദവിനും RJDക്കും മുൻപോട്ട് വരാൻ സാധിച്ചിട്ടുള്ളത്. ബാങ്ക മേഖലയിലെ 5 മണ്ഡലങ്ങളിൽ 3 നിതീഷ് കുമാറും BJPയും നേതൃത്വം നൽകുന്ന NDAക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. മഗധയിലെ ഭോജ്പൂർ മേഖലയിലെ 7 മണ്ഡലങ്ങളിൽ 5 ഭോജ്പൂർ മേഖലയിലെ 7-ൽ 5 BJPക്ക് NDAക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു. ഭഗൽപൂരിലെ 7 മണ്ഡലങ്ങളിൽ 3 NDA ആണ്. മുഖേറിലെ 3-ൽ 3 മുഖേർ മേഖല പൂർണ്ണമായും NDA പിടിച്ചടക്കുന്നു. 3-ൽ 3 ഒപ്പം പട്ന നഗരപ്രദേശങ്ങളിലെ വോട്ട് നില പരിശോധിക്കുമ്പോൾ 14-ലെ 10 BJPയും JDUവും NDAക്കാണ് മുൻതൂക്കമുള്ളത്. പട്ന മേഖലയിൽ 14 മണ്ഡലങ്ങളാണുള്ളത്, അത് നഗരപ്രദേശങ്ങളാണ്. 10 NDA മുന്നിട്ട് നിൽക്കുന്നു. അവിടെയാണ് LJPയുടെ സ്വാധീനം നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഈ നഗരപ്രദേശങ്ങളിൽ വലിയ വോട്ട് ബാങ്ക് നേരത്തെ രാംവിലാസ് പാസ്വാനും ഇപ്പോൾ ചിരാഗ് പാസ്വാനും നയിക്കുന്ന LJPക്കുണ്ട്. അത് NDAയുടെ നട്ടെല്ലായി മാറുന്നു. വരും കാലത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബീഹാർ രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി ഒന്നുമല്ലെങ്കിൽ വരും കാലത്ത് ബീഹാറിനെ നയിക്കാനുള്ള ഒരു മുഖമായി ചിരാഗ് പാസ്വാൻ മാറിയേക്കാം. അതിൻ്റെ സൂചനയാണ് ഇപ്പോൾ മുൻപോട്ട് വരുന്നത്. ഒപ്പം കോൺഗ്രസ് തുടക്കത്തിൽ നിന്ന് ചെറിയ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി വിലയിരുത്താം. 12 സീറ്റുകളിൽ ഇപ്പോൾ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുകയാണ്. 1 സീറ്റിൽ മാത്രമാണ് ഒരു കാലത്ത് ബീഹാറിൽ അത്രയധികം വേരോട്ടമുണ്ടായിരുന്ന ഇടതു പാർട്ടികൾ മറ്റു സംസ്ഥാനങ്ങളിൽ എന്ന പോലെ ബംഗാളിലും മറ്റു സംസ്ഥാനങ്ങളിലും ത്രിപുരയിലും എന്ന പോലെ ബീഹാറിൻ്റെ മണ്ണിലും അവർ അവസാനിക്കുകയാണ്. 3 സീറ്റുകളിൽ മാത്രമാണ് മുഴുവൻ ഇടതുപക്ഷത്തിനും CPI ML, CPI, CPM ഈ 3 പാർട്ടികൾക്കും ചേർന്നുകൊണ്ടാകെ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ മുൻപോട്ട് വരാൻ സാധിച്ചിട്ടുള്ളത്. ലീഡ് നിലയിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ല. 161 ഇടങ്ങളിൽ NDA, 68 തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ RJD, ഒപ്പം മറ്റുള്ളവർ 14 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. അത് അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM ഉണ്ട്, പ്രശാന്ത് കിഷോറിൻ്റെ ജൻസുരാജ് പാർട്ടിയുണ്ട്. ജൻസുരാജ് പാർട്ടി വലിയ രീതിയിൽ വോട്ട് പിടിച്ചു എന്ന് തന്നെ വേണം നമുക്ക് ഈ മേഖലയിൽ വിലയിരുത്താൻ. ഒപ്പം സഹരസ മേഖലയിലെ 4 ഇടങ്ങളിൽ 2 NDA മുന്നിട്ട് നിൽക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. കൂടാതെ മിഥിലാഞ്ചൽ മേഖല പരിശോധിക്കുമ്പോൾ സഹരസയിലാണ് ഏറ്റവും കൂടുതൽ. ഒപ്പം ആര്യ മണ്ഡലത്തിലാണ് ഇന്ത്യ സഖ്യത്തിന് അവിടെ 6-ൽ 4 മണ്ഡലങ്ങളിലും ഇന്ത്യ സഖ്യമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആ മേഖലയിൽ RJDക്ക് കൂടുതൽ നില മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. സീതാമഢി, അതായത്
ജാനകി ദേവിയുടെ നാടായിട്ടുള്ള സീതാമഠിയിലെ 8-ൽ 5 മണ്ഡലങ്ങളിലും NDA മുന്നിട്ട് നിൽക്കുന്നു. അവിടെ അയോധ്യയിൽ രാമക്ഷേത്രത്തിന് സമാനമായിക്കൊണ്ട് സീതാദേവിക്ക് വേണ്ടിയുള്ള ക്ഷേത്ര സമുച്ചയം, ക്ഷേത്ര നഗരമാ സീതാമഠി മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തും എന്ന പ്രഖ്യാപനം NDA നടത്തിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ പുതിയ ക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നേരത്തെ നിർവഹിച്ചിരുന്നു. ആ മേഖലയിലെ 8-ൽ 5 ഇടങ്ങളിലും NDA മുന്നിട്ട് നിൽക്കുകയാണ് എന്ന വിവരങ്ങളും റിപ്പോർട്ടുമാണ് പുറത്തുവരുന്നത്. പൂർണിയയിലെ 7-ൽ 4 ഇടങ്ങളിലും NDA ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അത്തരത്തിലൊരു വലിയ മുന്നേറ്റം 20 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും ബീഹാറിന്റെ മണ്ണിൽ NDAക്കൊപ്പം ജനങ്ങൾ നിൽക്കുന്നു. ഇരുണ്ട കാലത്തിൽ നിന്ന് ബീഹാറിനെ വികസനത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ച നിതീഷ് കുമാറിനുമൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമൊപ്പം ബീഹാറിന്റെ ജനത അടിയുറച്ചു നിൽക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ്, എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ട്രെൻഡ് ഇനി മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിലൊരു വലിയ മാറ്റത്തിലേക്ക് ഇനി പോകാനുള്ള സാധ്യതയില്ല. കാരണം 69 ഇടങ്ങളിൽ RJDയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പരമാവധി അവർ വോട്ട് പിടിക്കും. നിലവിലെ സ്ഥിതിയിൽ നിന്ന് ചിലപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടാം. പക്ഷേ കോൺഗ്രസും ഇടതു പാർട്ടികളും രണ്ടും കൂടെ ചേർന്നാൽ പരമാവധി 20 സീറ്റുകൾക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഒരു ട്രെൻഡിൽ വലിയൊരു മാറ്റത്തിന് സാധ്യതയില്ല. 162 സീറ്റുകളിലാണ് NDA മുന്നിട്ട് നിൽക്കുന്നത്. മഗധയിൽ ഭോജ്പൂർ മേഖലയും മിഥിലാഞ്ചൽ മേഖലയും എല്ലാം തന്നെ, പ്രത്യേകിച്ച് സീമാഞ്ചൽ മേഖലയിലും കരുത്ത് തെളിയിച്ചുകൊണ്ടാണ്. ഈ മേഖലകൾ RJDക്ക് കരുത്തുറ്റ മേഖലകളാണ്. അവിടങ്ങളിൽ അതിശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ട് നളന്ദയിൽ 7-ൽ 6 സീറ്റുകളും, നളന്ദ മേഖല എന്നുള്ളത് നമുക്കറിയാം നേരത്തെ ജ്ഞാനപ്രകാശമായി തിളങ്ങി നിന്നിരുന്ന ബീഹാറിന്റെ മേഖലയാണ്. അവിടെ 7 മണ്ഡലങ്ങളിൽ 6 മണ്ഡലങ്ങളിലും BJP മുന്നിട്ട് നിൽക്കുന്നു. BJP JDU NDA സഖ്യം മുന്നിട്ട് നിൽക്കുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. നളന്ദ മേഖലയും ഗയയുമെല്ലാം തന്നെ ആ പുരാതന നഗരം അതിൻ്റെ സാംസ്കാരിക തനിമ കൈവിടാതെ ആധുനിക കാലത്തിലേക്ക് നയിക്കാനുള്ള NDA സർക്കാരിൻ്റെ വികസനത്തിനൊപ്പം ദർശനങ്ങൾക്കൊപ്പം ജനങ്ങൾ നിൽക്കുന്നു. ഒപ്പം മുസഫറാപൂരിൽ 11-ൽ 8 ഇടങ്ങളിലും NDA ആണ് മുന്നിട്ട് നിൽക്കുന്നത്. വൈശാലിയിൽ 8 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളും NDA മുന്നിട്ട് നിൽക്കുന്നു. അവിടെ 3 മണ്ഡലം മാത്രമാണ്. വൈശാലിയിലെ 8-ൽ 5-ൽ NDAയും 3-ൽ RJD സഖ്യവുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ലഖീസറായ് മേഖലയിൽ 2 മണ്ഡലങ്ങളുണ്ട്. അവിടെ 1 മണ്ഡലത്തിൽ NDAയും 1 മണ്ഡലത്തിൽ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ RJD സഖ്യവും മുന്നിട്ട് നിൽക്കുകയാണ്. അതായത് പലയിടങ്ങളിലും RJD ടൈറ്റ് മത്സരം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്, ലീഡ് നില ഉയർത്താൻ സാധിക്കുന്നത് NDA സഖ്യത്തിനാണ്. സരൺ മേഖലയിലെ 10-ൽ 4 ഇടങ്ങളിൽ NDAയും 4 ഇടങ്ങളിൽ NDAയും ഇന്ത്യ സഖ്യവും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ ഒരു സമാസമത്തിലുള്ള പോരാട്ടമാണ് നടന്നിട്ടുള്ളത്. ദർഭംഗ മേഖലയിൽ 10 ഇടങ്ങളിൽ 10 മണ്ഡലങ്ങളാണ് ദർഭംഗ മേഖലയിൽ ഉള്ളത്. അവിടെയും 7 ഇടങ്ങളിലും NDA മുന്നിട്ട് നിൽക്കുന്നു. മിഥിലാഞ്ചൽ മേഖലയിലെ ബഗുസറായിൽ 7 മണ്ഡലങ്ങളിൽ 3 ഇടങ്ങളിൽ NDAയും 3 ഇടങ്ങളിൽ ഇന്ത്യ സഖ്യവുമാണ് മുന്നിട്ട് നിൽക്കുന്നത്.